നല്ല രീതിക്ക് സ്ക്രിപ്റ്റിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. രസമുള്ളൊരു ത്രെഡിനെ നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്ത് അവസാനം വരെ സസ്പെൻസ് എലമെൻറ്റും ത്രില്ലറും കൃത്യമായിട്ട് സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. ഒരു ചെറിയ പാളിച്ച പോലും സംഭവിക്കാത്ത രീതിക്ക് അവസാനം വരെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്ത് നിർത്തി നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നസ്രീൻ്റെ ആയാലും ബേസിൻ്റെ ആയാലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറോ ഒരു ക്യാരക്ടർ ഗ്രോത്തോ പെർഫോമൻസോ അല്ല. മ്യൂസിക് നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്, സപ്പോർട്ടായിട്ടുണ്ട്. ഇതെന്തായാലും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും, സ്വീകരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം നല്ല രീതിക്ക് സ്ക്രിപ്റ്റ് നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. നല്ല മേക്കിംഗ് ആണ്, ബ്യൂട്ടിഫുൾ. ഇതെന്തായാലും ഹിറ്റ് അടിക്കും, ബ്ലാസ്റ്റ് ചെയ്യാൻ പോകുന്നൊരു മൂവിയാണ്. ഓഫ് കോഴ്സ് അതെന്തായാലും ആളുകൾ, കാരണം ബേസിൽ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയാലും മൂവി സെലക്ഷൻ ആയാലും ഒരു ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു കോമഡി സാധനങ്ങൾ ആളുകൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ജേണർ പരീക്ഷിക്കുന്നു. അതിൽ നല്ല രീതിക്ക് ആൾ വർക്കൗട്ട് ആയിട്ടുണ്ട്. ബേസിൽ നമ്മൾ ഈ പടത്തിൽ കാണുമ്പോൾ പോലും നമ്മൾ ഇതുപോലൊരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ് വരാൻ പോകണമെന്നുള്ളൊരു ഒരു എക്സ്പെക്ടേഷൻ കൊടുക്കാത്ത രീതിക്ക് ആൾ വർക്കൗട്ട് ചെയ്തത്. നസ്രീൻ്റെ ആയാലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ല. സ്ക്രിപ്റ്റിങ്ങിലാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. നല്ല സ്ക്രിപ്റ്റിംഗ് ആണ്, നല്ല മേക്കിംഗ് ആണ്. സ്ക്രിപ്റ്റിങ്ങിലും ഡയറക്ഷൻ മേക്കിങ്ങിലും ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ മ്യൂസിക് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികളായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രത്യേക ഒരു ഏജ് ഓഫ് കാറ്റഗറിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നെനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവർക്കും എൻഗേജ് ചെയ്തിട്ട് മൂവി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അങ്ങനെ ഒരു ഏജ് കാറ്റഗറിക്ക് മാത്രമായിട്ട് ആ രീതിക്ക് അതിനെ എടുക്കേണ്ട കാര്യമില്ല. ഒരു വയലൻസോ അങ്ങനെ അങ്ങനെ ആരും അവോയ്ഡ് ചെയ്ത് നിർത്തേണ്ട ഒരു മൂവിയായിട്ട് തോന്നിയിട്ടില്ല. ആർക്കായാലും എൻ്റർടൈൻ ചെയ്ത് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു മൂവിയായിട്ടാണ് തോന്നുന്നത്. നസ്രിയ ബേസിൽ കോമ്പിനേഷൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആസ് എക്സ്പെക്റ്റഡ് നസ്രിയയുടെ തിരിച്ചുവരവ് നന്നായിട്ടുണ്ട്. ഫുൾ ഓൺ സസ്പെൻസ് മൂവി, ഫുൾ എൻ്റർടൈൻമെൻറ്റ്, എല്ലാത്തിൻ്റെ ഒരു മിക്സ്. നൈസ് മൂവി ടു വാച്ച്. ഫാമിലിയാണ് അതിൽ കംപ്ലീറ്റ് ആണ്. സസ്പെൻസ്, ഹ്യൂമർ എല്ലാം മിക്സ് ചെയ്തിട്ട് ഫുൾ ഓൺ ഒരു മൂവിയാണ്. നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ത്രൂ ഔട്ട് മൂവിയിൽ ഒരു ലാസ്റ്റ് 10 minutes നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും നിൽക്കും ആ സസ്പെൻസിൽ. സോ കംപ്ലീറ്റ്ലി എല്ലാവരും കാണും. നല്ല മൂവി. ഇല്ല, ഇറ്റ്സ് നോട്ട് എ ഹ്യൂമർ മൂവി. അത് ഹ്യൂമർ ഉണ്ട്, പക്ഷേ വേറെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിലാണ് മൂവി വന്ന് അവസാനിക്കുന്നത്. സോ അത് നമ്മൾ ഫുൾ കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇറ്റ്സ് സസ്പെൻസ്, മോർ ഓഫ് സസ്പെൻസ് ആൻഡ് മിക്സ് വിത്ത് ഹ്യൂമർ, അങ്ങനെ പറയാം. മെസ്സേജ് ഇല്ല, കണ്ടു തന്നെ മനസ്സിലാക്കണം. അങ്ങനെ മെസ്സേജ് ആയിട്ടില്ല. ബട്ട് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മളത് ചെയ്യുന്നത് വരെ വി ഹാവ് ടു ഗോ ബിഹൈൻഡ് ഇറ്റ് എന്നൊരു മെസ്സേജ് വേണമെങ്കിൽ പറയാം. അത് നസ്രിയാണ് അതിൽ ചെയ്യുന്നത്. ബട്ട് ഷീ ഹാസ് ഡൺ പ്രിറ്റി വെൽ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തോ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. കാരണം നമ്മൾ സാധാരണ ഒട്ടും ഇപ്പോൾ ട്രെയിലർ കണ്ടാലും ആർക്കും മനസ്സിലാവില്ല എന്താണ് മൂവി വരാൻ പോകുന്നതെന്നുള്ളത്. കാരണം ഒരു വിധത്തിലും നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഡെഫിനറ്റ്ലി അത് ഒരു ചർച്ചാ വിഷയമാവാൻ ചാൻസ് ഉണ്ട്. കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു കോൺസെപ്റ്റാണ്, സംതിങ് ന്യൂ. തിയേറ്റർ വാച്ചുകൾ തന്നെ പറയേണ്ടി വരും. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് അങ്ങനെ പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ട് പരിചരിച്ചേക്കുന്ന ഒരു നസ്രിയ ബേസിലോ അല്ല ഈ പടത്തിൽ അവർ പ്ലേസ് ചെയ്തേക്കുന്നത്. കോമഡി എക്സ്പെക്ട് ചെയ്ത് ആരും തിയേറ്ററിലോട്ട് അങ്ങനെ ഒരു ബേസ് പടമല്ല. ദൃശ്യത്തിന് ശേഷം ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് പറയുന്നതല്ല, എനിക്ക് ഇത്ര എൻഗേജ്ഡ് ആയിട്ട് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പടം വേറെ വന്നിട്ടില്ല. ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് ഇത് തന്നെയായിരിക്കും. കാരണം ഇതിൻ്റെ BGM, എഡിറ്റിങ്, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, ക്യാമറ ഏത് ഏരിയയിലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നതും എൻഗേജ്ഡ് ആക്കുന്നതും ഒക്കെ വേറെ ലെവലാണ്. പടം കണ്ടിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഞാൻ പറയുന്ന വോയിസിൻ്റെ മുകളിൽ പറയാനേ നിങ്ങൾക്ക് തോന്നുള്ളൂ. ആ ലെവലിലാണ് പടം മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതുപോലൊരു പടം തിയേറ്ററിൽ വന്ന് കണ്ടില്ല ഭയങ്കര നഷ്ടമായിരിക്കും. ഇത് തിയേറ്ററിലേക്ക് കത്തും. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി ആയിരിക്കും. ഒന്നും പറയാനില്ല, പൊളി. സ്റ്റൈലിയായിട്ട് ഓർത്ത് വന്നതാണ് പടം. ആ ഒരു തമാശൻ ബഹളമൊക്കെ ആയിരിക്കും ഒന്നാണ്. പക്ഷേ കണ്ടപ്പം ദൃശ്യം കണ്ട ഒരു അനുഭവമാണ് ഇതിനകത്ത് കിട്ടിയത്. അതുപോലെ എന്താ വെച്ചാൽ മേക്കിംഗ് സൂപ്പർ. നസ്രിയ ആദ്യം മുതൽ അവസാനം വരെ പടം കയ്യിലെടുത്ത് വാരിയിടും. അതുപോലെ നസ്രിയ കയറി തകർത്തിട്ടുണ്ട്. അതുപോലത്തെ റോള് മസ്റ്റ് വാച്ച് തിയേറ്റർ എന്തായാലും കണ്ടിരിക്കാതെ ഒരു ഇതുമില്ല. എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യണം കേട്ടോ. നമ്മുടെ ഒരു ബെഞ്ച് മാർക്കാണല്ലോ. പക്ഷെ മലയാളികൾക്കൊരു എന്നും അനുഭവം നൽകിയ ഒരു പടമുണ്ട്. അതുപോലത്തെ ഒരു ദൃശ്യാനുഭവം നിങ്ങൾക്ക് കിട്ടിയിരിക്കും പടം കണ്ടാൽ. അതുപോലെ അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് ദർശിക്കുന്ന അതാണ് ഈ പടം.
കിടില്ല ഒന്നും പറയാം. ചേട്ടാ എങ്ങനെ നസ്രിയും ബേസിൽ രണ്ടും പേരായിട്ടാണ് അല്ല, അത് നിങ്ങളൊന്നും പറയണ്ട. അത് നമ്മൾക്ക് സിനിമ കാണുമ്പോൾ തന്നെ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിൻ്റെ അത് പറയും. ആ പേരല്ല, എന്നാലും നസ്രിയാണ് പടം കൊണ്ടുപോകുന്നത്. ആദ്യം മുതൽ അവസാനം വരെ നസ്രിയുടെ വിളയാട്ടമാണ്. ഫാമിലി ആയിട്ട് കുട്ടികളായിട്ട് എല്ലാവർക്കും കാണാതെ പടം. ഞാൻ പറഞ്ഞത് ദൃശ്യത്തിൻ്റെ ഒരു മേക്കിംഗ് ആണ്. നമ്മൾ ദൃശ്യം കണ്ട ഒരു അനുഭവമാണ് ഇതിനകത്ത് നിന്ന് വീണ്ടും കിട്ടാൻ പോകുന്നത് കേട്ടോ. കിടില്ല സമൂഹത്തിലൊരു ചർച്ചാ വിഷയമാവും. ചർച്ചാ വിഷയമാകുന്ന പടമാണ്. അതുതന്നെ ആ കുട്ടം നമ്മുടെ ഒരു ഇത് ഉണ്ടല്ലോ, തിരുവല്ല സൈഡിലത്തെ ഒരു ഇൻസിഡന്റിനെ ആത്മകമാക്കിയാണ് വന്നിരിക്കുന്നത്. പടം ഉണ്ട് എന്ന് വെച്ചാൽ കാണാനുണ്ട് കേട്ടോ. അതുപോലെ നൈസ് പടമാണ്. എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് നന്നായിട്ട് വർക്കായി. ക്ലൈമാക്സ് ട്വിസ്റ്റ് എല്ലാം സൂപ്പറായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നസ്രിയാണ് ഇച്ചിരി കൂടി അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫഹദായിരുന്നെങ്കിലേ അവരുടെ കോംബോ, ഫഹദിന് പറ്റിയൊരു ക്യാരക്ടറായിട്ട് ഒരു നമുക്കറിയാലോ ഫഹദിന് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ പറ്റിയ അതേപോലത്തെ ഒരു ക്യാരക്ടറാണിത്. അപ്പോൾ അത് ഫഹദായിരുന്നെങ്കിൽ അവരുടെ കോംബോ നല്ല രസമായിരുന്നു ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായി. പടം സൂപ്പറായിരുന്നു. നൈസ്. ബേസിൽ നമ്മുടെ ഫഹദിന്റെ ഷമ്മിയുടെ ഒരു ലൈറ്റ് വേഷൻ ആയിട്ട് തോന്നി. അതെ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടർ കണ്ടപ്പോൾ എനിക്ക് ഫഹദിനെയാണ് ഓർമ്മ പോകുന്നത്. അപ്പോൾ അവരുടെ കോംബോ ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫ് ആയതുകൊണ്ടായിരിക്കാം ഇത് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അടിപൊളിയായിട്ട് നൈസായിരുന്നു. എന്നാലും നസ്രിയാണ് ഇച്ചിരി കൂടെ ടോപ്പാണ്. അതെ നന്നായിട്ട്.